എൻ്റെ പേര് ജയ. ഞാൻ ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് 9ാം ക്ലാസ്സിലെ ആദ്യത്തെ കവിതയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ യൂണിറ്റിൽ 3 പാഠമുള്ള ഒന്ന് കവിതയും ഒന്നൊരു പട്കഥ, TV എന്നുള്ളൊരു പട്കഥയും അടുത്തത് ഒരു കഹാനിയാണ് പക്ഷി ഓർ ദീമക്. അല്ലെ ആദ്യത്തെ പാഠമാണ് കവിത. കവിതയുടെ പേര് പുൽ ബനീതി മാം. പുൽ ബനീതി മാം. നരേന്ദ്ര പുണ്ടരീക് ആണ് കവി. നരേന്ദ്ര പുണ്ടരീക്. അപ്പോൾ ഇദ്ദേഹം അമ്മയുടെ മഹത്വത്തെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. അപ്പോൾ കവിത പേരിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. പുൽ ബനീതി മാം. അമ്മ ഒരു പാലമായിരുന്നു. അമ്മയൊരു പാലമായിരുന്നു എന്നാണ് കവിതയുടെ അർത്ഥം. കവിതയുടെ പേരിൻ്റെ അർത്ഥം അമ്മ ഒരു പാലമായിരുന്നു. എഴുതിയത് നരേന്ദ്ര പുണ്ടരീക്. വരികൾ നോക്കുക. ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനീതി മാം जिसमें आए दिन दौड़ती रहती थी बेधड़क बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. हम भाइयों के बीच. അവിടെ കവി പറയുന്നത് ഞങ്ങൾ സഹോദരങ്ങളുടെ ഇടയിൽ. ഹം ഭായിയോം കെ ബീച്ച്. ഞങ്ങൾ സഹോദരങ്ങളുടെ ഇടയിൽ. പുൽ ബനീതി മാം. അമ്മ ഒരു പാലമായിരുന്നു. പുൽ ദോ കിനാരോം കോ ആപ്പസ് മേം ജോഡ്താ ഹെ. പുൽ പാലം. ദോ കിനാരോം കോ ആപ്പസ് മേം ജോഡ്താ ഹെ. ഇസ് തരഹ് മാം പരിവാർ के हर सदस्यों को आपस में जोड़ती है. അപ്പോൾ പാലം എന്ന് പറയുന്നത് 2 തീരങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നതാണ്. അതുപോലെ അമ്മയാകുന്ന പാലം ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും പരസ്പരം കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. അപ്പോൾ ഇവിടെ കവി അമ്മയുടെ ഒരുപാട് മഹത്വമാണ് പറയുന്നത്. അവിടെ ഞങ്ങൾ സഹോദരങ്ങളുടെ ഇടയിൽ അമ്മയൊരു പാലമായിരുന്നു. ജിസ്മേം ആയേ ദിൻ. അതിൽ, അതായത് അമ്മയാകുന്ന പാലത്തിലൂടെ. ആയേ ദിൻ വരും നാളുകളിൽ, ഞങ്ങളുടെ വരും നാളുകളിൽ. ദൗഡ്തി രഹ്തി തി ബേധടക്ക്. ഞങ്ങൾ ഒരു തടസ്സവുമില്ലാതെ, അമ്മയാകുന്ന പാലത്തിലൂടെ ഞങ്ങൾ ഒരു തടസ്സവുമില്ലാതെ ഓടിക്കൊണ്ടിരുന്നു. അതായത് അമ്മയിലൂടെ മക്കളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു തടസ്സവുമില്ല അവരുടെ ജീവിതത്തിൽ. അമ്മയുണ്ട് അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കാൻ, അവരെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞത്. എന്നോടെ പറയാം. ഞങ്ങൾ സഹോദരങ്ങളുടെ ഇടയിൽ അമ്മ ഒരു പാലമായിരുന്നു. ആ പാലത്തിലൂടെ ഞങ്ങൾ ഒരു തടസ്സവുമില്ലാതെ വരും നാളുകളിൽ ഓടിക്കൊണ്ടേ ഇരുന്നു. ബിനാ കിസി ഹരി ലാൽ ബത്തി കെ ഹം ലോഗോം കി ചുക് ചുക് ചക് ചക്. അതായത് ബിന കൂടാതെ, കിസി ഹരി ലാൽ ബത്തി പച്ചയും ചുമപ്പും ലൈറ്റില്ലാതെ. ഹര എന്ന് പറഞ്ഞാൽ പച്ചയാണ്. ഹരി ലാൽ ബത്തി. ഹരി പച്ച, ലാൽ ചുമപ്പ്, ബത്തി ലൈറ്റ്. അപ്പോൾ പച്ചയും ചുമപ്പും ലൈറ്റില്ലാതെ. ഹം ലോഗോം കി ചുക് ചുക് ചക് ചക്. ഞങ്ങൾ എന്താണ്? ഞങ്ങൾ ചുക് ചുക് ചക് ചക്. അത് എന്തിനാ സൂചിപ്പിക്കുന്നതാണ്? തീവണ്ടിയുടെ ശബ്ദം അല്ലേ, റെയിൽ ഗാഡിക്ക് ശബ്ദം. അപ്പോൾ അതുപോലെ തീവണ്ടി പോലെ ഞങ്ങൾ ഹം ലോഗോം കി ചുക് ചുക് ചക് ചക്. ഞങ്ങൾ ആ തീവണ്ടി പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഹരി ലാൽ ബത്തി പറഞ്ഞു. അപ്പോൾ അത് ഹരി പച്ച അല്ലേ, പച്ച
ട്രെയിൻ പോകാൻ സൂചിപ്പിക്കുന്നു, ലാൽ നിർത്താൻ അല്ലേ സൂചിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു തടസ്സവുമില്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഹം ഭായിയോം കെ ബീച്ച്, ഞങ്ങൾ സഹോദരങ്ങളുടെ ഇടയിൽ, പുൽ ബനി ഥി മാം, അമ്മയൊരു പാലമായിരുന്നു, ജിസ്മേ ആയേ ദിൻ, അതിൽ വരും നാളുകളിൽ, ദൗത്തി രഹുത്തി തി ബേധടക്ക്, ഒരു തടസ്സവുമില്ലാതെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. പച്ചയും ചുമപ്പും ലൈറ്റില്ലാതെ ഞങ്ങൾ തീവണ്ടി പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിതാക്കെ ബാദ്, അടുത്ത നോക്കുക. പിതാക്കെ ബാദ്, അച്ഛന് ശേഷം, അച്ഛൻ്റെ മരണം. പിതാ ചൽ ബസ്നെ കെ ബാദ്, അച്ഛൻ്റെ മരണശേഷം, ഹം ഭായിയോം കെ ബീച്ച്, ഞങ്ങൾ സഹോദരങ്ങളുടെ ഇടയിൽ, ഞങ്ങൾ സഹോദരങ്ങളുടെ ഇടയിൽ. അപ്പോഴും അമ്മ ആരായിരുന്നു? പുൽ ബനി ഥി, അമ്മയൊരു പാലമായിരുന്നു. അപ്പം അച്ഛൻ്റെ മരണശേഷവും അമ്മ ഒരു പാലമായിരുന്നു. അചാനക് നഹി ടൂട്ടി, അങ്ങനെ അമ്മയാകുന്ന ആ പാലത്തിന് ഒരു ദുർബലത അനുഭവപ്പെടുന്നു. അപ്പം അമ്മ മക്കളെ സംരക്ഷിച്ചു, അമ്മ പ്രായമേറുന്നു. അതാണ് അത് അചാനക് നഹി ടൂട്ടി, പെട്ടെന്നല്ല അമ്മ ബലഹീനയായത്. ടൂട്ടിനോട് അർത്ഥം തകരുക എന്നുണ്ട്. ഇവിടെ ദുർബൽ ഹോന, ദുർബലയാകുക, ബലമില്ലാതെ ആകുക, ആരോഗ്യം ക്ഷയിച്ച് വരിക. ധീരെ ധീരെ ടൂട്ടുത്തി രഹി, ധീരെ ധീരെ, പതുക്കെ പതുക്കെ, ധീരെ ധീരെ പതുക്കെ പതുക്കെ, പതുക്കെ പതുക്കെ അമ്മ ദുർബലയായിക്കൊണ്ടിരുന്നു. അപ്പം അച്ഛന് ശേഷവും, പിതാക്കെ ബാദ്, അച്ഛന് ശേഷവും, ഹം ഭായിയോം കെ ബീച്ച്, ഞങ്ങൾ സഹോദരങ്ങളുടെ ഇടയിൽ, പുൽ ബനി മാം, അമ്മ ആരായിരുന്നു? പാലമായിരുന്നു. അചാനക് നഹി ടൂട്ടി, പെട്ടെന്നല്ല ആ പാലത്തിന്, അതായത് അമ്മയാകുന്ന പാലത്തിന് ദുർബലതയുണ്ടായത്, ബലക്ഷയം ഉണ്ടായത്. ധീരെ ധീരെ ടൂട്ടുത്തി രഹി, അമ്മ പതുക്കെ പതുക്കെ തകർന്നുകൊണ്ടിരുന്നു. ഹം ദേഖ്തേ രഹേ, അങ്ങനെ ഞങ്ങൾ കാണുകയായിരുന്നു. അമ്മയുടെ ആ ഒരു പ്രായമേറിയ അവസ്ഥ മക്കൾ നോക്കി കാണുകയാണ്. അങ്ങനെ മാൻതേ രഹേക്ക്, ഞങ്ങൾ കണക്കാക്കി, ഞങ്ങളത് കണക്കാക്കി. ബുഢാ രഹി ഹേ മാം, അമ്മ എന്തായിരിക്കുന്നു? അമ്മ വൃദ്ധയായിരിക്കുന്നു. അമ്മ എന്തായിരിക്കുന്നു? വൃദ്ധയായിരിക്കുന്നു. ബുഢ എന്ന് പറഞ്ഞാൽ ബുഡിയ, വൃദ്ധ. അമ്മ വൃദ്ധയായിരിക്കുന്നു. അത്രയും മനസ്സിലായോ? അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. അച്ഛന് ശേഷവും അമ്മ സഹോദരങ്ങളുടെ ഇടയിലൊരു പാലമായിരുന്നു. പെട്ടെന്നല്ല അമ്മ ദുർബലയായത്, പതുക്കെ പതുക്കെ ദുർബലയായിക്കൊണ്ടിരുന്നു. അത് ഈ മക്കൾ നോക്കി കാണുകയാണ്. അങ്ങനെ അവർ കണക്കാക്കി. അമ്മ എന്തായിരിക്കുന്നു? അമ്മ വയസ്സ് ചെന്നിരിക്കുന്നു, അമ്മയ്ക്ക് പ്രായമേറിയിരിക്കുന്നു. അടുത്ത വരികൾ നോക്കിക്കേ. മാം കെ ബാർ ബാർ കഹനെ കോ ഹം മാൻകർ ചലത്തെ രഹേ, उसके बूटे होने की आदत और अपनी हर आवाज़ में धीरे धीरे टूटती रही മാം. അപ്പോൾ അമ്മ പ്രായമേറിയെന്ന് മക്കൾ കണക്കാക്കാൻ തുടങ്ങി. അപ്പോൾ അതെങ്ങനെയാ? മാം കെ ബാർ ബാർ കഹിന, അമ്മയുടെ വാക്കുകൾ പല തവണ, അതായത് ഒരു കാര്യം പറയുന്നത് അമ്മ പല പ്രാവശ്യം പറയുന്നു അല്ലേ? വൃദ്ധാവസ്ഥയിലൊക്കെ മറവി ഉണ്ട്. അപ്പോൾ ഇവിടെ അമ്മയുടെ ആ വാക്കുകൾ, അമ്മ പറയുന്ന കാര്യങ്ങൾ ബാർ ബാർ കഹിന, ബാർ ബാർ എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം പറയുന്നു. ഹം മാൻകർ ചലത്തെ രഹേ, അങ്ങനെ ഞങ്ങൾ കണക്കാക്കി. ഉസ്കെ ബൂട്ടെ ഹോനേക്ക് ആദത്ത്, അവരുടെ ആ പ്രായമേറിയ അല്ലെങ്കിൽ ആ വൃദ്ധാവസ്ഥയിലുള്ള ആ ഒരു സ്വഭാവം, അപ്പനി ഹർ ആവാസ്മേം, അവരുടെ ഓരോ അമ്മയുടെ ആ വൃദ്ധാവസ്ഥയിലുള്ള സ്വഭാവമാണിതെന്ന് അല്ലേ? അമ്മ ഒരു കാര്യം തന്നെ പല പ്രാവശ്യം പറയുന്നു.
അപ്പോൾ ഞങ്ങൾ കണക്കാക്കി ഇത് അമ്മയുടെ വൃദ്ധാവസ്ഥയിലുള്ള സ്വഭാവമാണ്. അപ്പനി ഹർ ആവാസ്, ഹർ ആവാസ് എന്ന് പറഞ്ഞാൽ അപ്പനി ഹർ ആവാസ്, അമ്മയുടെ ഓരോ ശബ്ദത്തിലും, തൻ്റെ ഓരോ ശബ്ദത്തിലും, ഹർ ആവാസ് ഓരോ ശബ്ദത്തിലും ഓരോ വാക്കിലും, ധീരെ ധീരെ ടൂട്ടുത്തി രഹീമാം, അമ്മ പതുക്കെ പതുക്കെ ദുർബലയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹാത്തോം ഹാത്ത് രഹത്തി മാം, അങ്ങനെ ഏക് ദിൻ ഹമാരെ കന്തോമേ ആ ഗയി, അപ്പം അമ്മയുടെ സംരക്ഷണയിലായിരുന്ന ഞങ്ങൾ ഒരു ദിവസം ഏക് ദിൻ ഹമാരെ കന്തോമേ ആ ഗയി, അമ്മ ഞങ്ങളുടെ സംരക്ഷണയിലായി, അതായത് അമ്മയെ നോക്കേണ്ട ചുമതല ഞങ്ങൾക്കായി. ഹാത്തോം ഹാത്ത് രഹത്തി ഇമാം ഏക് ദിൻ ഹമാരെ കന്തോമേ ആ ഗയി, അപ്പം അമ്മയെ നോക്കേണ്ട അല്ലെ അമ്മയുടെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏൽക്കേണ്ടി വന്നു. ധീരെ ധീരെ മഹസൂസ് കർണേ ലഗേ ഹം, ധീരെ ധീരെ പതുക്കെ പതുക്കെ, മഹസൂസ് കർണേ ലഗേ ഞങ്ങൾക്ക് തോന്നാൻ തുടങ്ങി, ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അപ്പനെ വൃഷഭ കന്തോമേം ഞങ്ങളുടെ ശക്തമായ തോളിൽ, അപ്പനെ വൃഷഭ കന്ത് ഞങ്ങളുടെ ശക്തമായ തോളിൽ, മാം കാ ഭാരി ഹോന എന്താണ് അമ്മയൊരു ഭാരമാകുന്നത് പോലെ. അപ്പം പതുക്കെ പതുക്കെ മക്കൾക്ക് അനുഭവപ്പെട്ടു എന്ത് അമ്മ ഞങ്ങൾക്കൊരു ഭാരം എന്നതുപോലെയാണ്. അത്ര നോക്കുക, മാം കെ ബാർ ബാർ കഹിനേക്കോ ഹം മാൻകർ ചൽത്തേ രഹേ ഉസ്കെ ബൂട്ടെ ഹോനേക്ക് ആദത്ത്. അപ്പം അമ്മ ഒരു കാര്യം തന്നെ പലതവണ പറയുന്നു. അപ്പോൾ ഞങ്ങൾ കണക്കാക്കി ഇത് അമ്മയുടെ വൃദ്ധാവസ്ഥയിലുള്ള, അതായത് അമ്മ പ്രായമേറിയതിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പനി ഹർ ആവാസ്മേം അമ്മയുടെ ഓരോ ശബ്ദത്തിലും, ധീരെ ധീരെ ടൂട്ടുത്തി രഹീമാം പതുക്കെ പതുക്കെ ദുർബലമായിക്കൊണ്ടിരുന്നു. അപ്പം അമ്മയുടെ ഓരോ വാക്കിലും ആ ഒരു ദുർബലത അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ഹാത്തോം ഹാത്ത് രഹത്തി ഇമാം ഏക് ദിൻ ഹമാരെ കന്തോമേ ആ ഗയി, അങ്ങനെ ഞങ്ങളെ സംരക്ഷിച്ച ആ അമ്മ ഒരു ദിവസം ഏക് ദിൻ ഒരു ദിവസം ഹമാരെ കന്തോമേ ആ ഗയി ഞങ്ങളുടെ ചുമലിലായി, അതായത് ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിലായി അമ്മയെ നോക്കേണ്ട ചുമതല ഞങ്ങൾക്കായി. അങ്ങനെ ധീരെ ധീരെ മഹസൂസ് കർണേ ലഗേ പതുക്കെ പതുക്കെ ഞങ്ങൾക്ക് തോന്നാൻ തുടങ്ങി. അപ്പനെ വൃഷഭ കന്തോമേ ഞങ്ങളുടെ ശക്തമായ തോളിൽ, മാം കാ ഭാരി ഹോന അമ്മയൊരു ഭാരമാകുന്നത്. അങ്ങനെ അടുത്ത വരികൾ, ജബ് തക്ക് ജീവിത രഹീമാം, അങ്ങനെ അമ്മ ഇനി എന്നുവരെ ആയിരിക്കും ജീവിച്ചിരിക്കുന്നത് അറിയില്ല. ജബ് തക്ക് ജീവിത രഹീമാം, അപ്പം അമ്മ ജീവിച്ചിരിക്കുന്നത് വരെ ഞങ്ങൾ ഹം ബദൽത്തേ രഹേ അപ്പനെ കന്തേ, ഞങ്ങളുടെ ഉത്തരവാദിത്വം മാറിക്കൊണ്ടേയിരുന്നു. ഹം ബദൽ കന്ത ബദൽന, ഹം ബദൽത്തെ രഹേ അപ്പനെ കന്തേ, കന്ത ബദൽന എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം മാറുക, അതായത് അമ്മയെ നോക്കേണ്ട ചുമതല ഓരോ മക്കൾക്കുമായി എന്നാണ് പറയുന്നത്. മാറി മാറി നോക്കുക, അമ്മയെ ഓരോ മക്കളും മാറി മാറി നോക്കുക. അപ്പോൾ അതൊരു ഭാരമായി മക്കൾക്ക് തോന്നി. അപ്പോൾ മക്കളെ നല്ലതുപോലെ സംരക്ഷിച്ച ആ അമ്മ ഇപ്പോൾ എന്തായി മാറി? മക്കൾക്കൊരു ഭാരമായി മാറി. അപ്പം ജബ് തക്ക് ജീവിത രഹീമാം ഹം ബദൽത്തേ രഹേ അപ്പനെ കന്ധേ, അപ്പോൾ എപ്പോൾ വരെയാണോ അമ്മ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ മാറിക്കൊണ്ടേ ഇരുന്നു, ഞങ്ങളുടെ ഉത്തരവാദിത്വം മാറിക്കൊണ്ടേ ഇരുന്നു. മാം ആക്കിർ മാം ഹി തോഹേ, അമ്മ അവസാനം അമ്മ തന്നെയാണ്. ബാർ ബാർ ഹമേ കന്തേ ബദൽത്തേ ദേഖ്, ബാർ ബാർ പല പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ മാറി നോക്കുന്നത് കണ്ടപ്പോൾ, ആ ഉത്തരവാദിത്വം, അതായത് ഞങ്ങൾ മാറി മാറി അമ്മയെ നോക്കുകയാണ്, അങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൾ ഹമാരെ കന്തോം സേ ഉദർ ഗയി മാം, അമ്മ എന്ത് ചെയ്തു? ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഹമാരെ കന്തോം സേ ഉദർ ഗയി, കന്തോം സേ ഉദർന എന്ന് പറഞ്ഞാൽ മർജാന മരിക്കുക എന്നാണ്. അപ്പം ഞങ്ങളുടെ ചുമലിൽ നിന്നമ്മ ഇറങ്ങി.
അപ്പോൾ ഇനി ഞങ്ങൾക്ക് അമ്മയെ നോക്കണ്ടല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ ഹമാരെ കന്തോംസെ ഉദർ ഗയി മാം, അമ്മ ഞങ്ങളുടെ ചുമലിൽ നിന്നിറങ്ങി, അതായത് അമ്മ മരണപ്പെട്ടു. ഓർ മാം കെ കന്തോംസെ ഉദർത്തേഹി, നോക്കുക, അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഉദർ ഗയേ ഹമാരെ കന്ധേ, ഞങ്ങൾ എന്തായി മാറി? ഞങ്ങൾ നിരാശ്രയരായി മാറി, ഞങ്ങൾക്ക് ആശ്രയമില്ലാതായിപ്പോയി. അതാണ് ഇത്. ഇത്രയും വരി ഒന്നുകൂടെ പറയാം. ജബ് തക്ക് ജീവിത രഹിമാം ഹം ബദൽത്തേ രഹേ അപ്പനെ കന്ധേ. അപ്പം അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അമ്മയെ നോക്കേണ്ട ചുമതല ഞങ്ങൾക്കായി, ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾക്കായി, അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കായി. മാം ആക്കിർ മാം ഹി തോഹേ, അമ്മ അവസാനം അമ്മ തന്നെയാണ്. ബാർ ബാർ ഹമേ കന്തേ ബദൽത്തേ ദേഖ്, അതായത് ഞങ്ങൾ ഈ മാറി മാറി നോക്കുന്നത് കണ്ടപ്പോൾ, ഈ ഉത്തരവാദിത്വം ഇങ്ങനെ മാറുന്നത് കണ്ടപ്പോൾ, ഹമാരേ കന്തോംസേ ഉത്തർ ഗയി മാം, അമ്മ മരണത്തിലേക്ക് പോയി. മക്കളെ ബുദ്ധിമുട്ടിക്കേണ്ട അല്ലേ? ആ അമ്മയുടെ മരണമാണ് അവിടെ സംഭവിച്ചത്. ഓർ മാം കെ കന്തോംസെ ഉദർത്തേഹേ, അപ്പം അമ്മ മരിച്ചപ്പോൾ ഉദർ ഗയേ ഹമാരേ കന്ധേ, ഞങ്ങൾ എന്തായി മാറി? ഞങ്ങൾ നിരാശ്രയരായി മാറി. ഇത്രയാണ് പുൽ ബനീഥി മാം എന്ന കവിത. പുൽ ബനീഥി മാം, അമ്മയൊരു പാലമായിരുന്നു. എഴുതിയത് നരേന്ദ്ര പുണ്ടരീക്. എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം 3 വാക്കുകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. കന്ത ഉദർന, കന്ത ഉദർന, എൻ്റെ അർത്ഥം ദുർബൽ ഹോന, ദുർബൽ ഹോന ബലഹീനയാകുക, ബലമില്ലാതെ ആകുക. കന്ത ബദൽന, ദായിത്വ ബദൽന, അതായത് ദായിത്വ ബദൽന എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം മാറുക. കന്തോംസെ ഉദർന മർജാന, മർജാന മരിക്കുക, മർജാന മരിക്കുക.